ഇപ്രകാരം ഒരു സ്പെഷ്യൽ മീറ്റിംഗുമായി സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ അതിരാവിലെ തിരുസന്നിധി കൂട്ടായ്മയിൽ വചനവുമായി നിൽപ്പാൻ ദൈവം നൽകിയ നിയോഗത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഉച്ചയൂണൊക്കെ കഴിഞ്ഞ് പലരും വിശ്രമിക്കുകയാണ്, പലരും അടുത്ത ജോലിക്ക് വേണ്ടി പ്രവേശിക്കുകയാണ്, പലരും പല കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ ആയിരിക്കുമ്പോൾ ഇന്ന് പകലിൽ ദൈവത്തിന്റെ ആത്മാവ് നൽകിയ നിയോഗം ഏറ്റെടുത്തുകൊണ്ട് ഈ ഉച്ച സമയം എന്താണ് ക്രൂശ് എന്ന വിഷയവുമായി ലോകത്തിന്റെ അറ്റത്തോളം ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഉയർത്തുവാൻ ഈ പകൽ ദൈവം ഒരുക്കിയ മുഖാന്തരങ്ങളെ ഓർത്ത് എന്നെയും കുടുംബത്തെയും വിശ്വസ്തനായി നിർത്തിയിരിക്കുന്നതോർത്ത് സകല മഹത്വവും മാനവും പുകഴ്ചയും കർത്താവിന് അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ഇന്ന് പകൽ നമുക്കൊരുമിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കാളിത്തം വഹിക്കാം. ഇന്ന് പകലിൽ നാം ദൈവസന്നിധിയിൽ കൂടി വരുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് കൃത്യമായി ഇടപെടുവാൻ മതിയായവനാണ്. ഈ ഗാനം ഒരു പാട്ടല്ല, ഇത് ക്രൂശിന്റെ സാക്ഷ്യമാണ്, നമ്മെ രക്ഷിച്ച സ്നേഹത്തിന്റെ ഓർമ്മപ്പെടുത്തൽ. ആമേൻ. ഹൃദയം തുറന്നു കേൾക്കൂ. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ക്രൂശിൽ നീ ചുമന്നത് എന്റെ പാപഭാരം, നിന്റെ രക്തം കഴുകിയതി എന്റെ ജീവിതം. തോൽവിയെന്നു തോന്നിയ ആ മലം മുകളിൽ വിജയം എഴുതി നീ രക്തക്ഷരങ്ങളിൽ. എന്റെ ഇഷ്ടം താഴട്ടെ, നിന്റെ ഹിതം ഉയരട്ടെ. ദിവസേന ഞാൻ എടുത്ത് എന്റെ ക്രൂശ് നടക്കട്ടെ. നിന്റെ സ്നേഹം മതിയാകുന്നു, നിന്റെ കൃപ മതിയാകുന്നു. ക്രൂശിന്റെ വഴിയിലൂടെ മഹത്വം തുറക്കുന്നു. ക്രൂശിന്റെ രക്ഷ, ക്രൂശിന്റെ പ്രത്യാശ, ക്രൂശിന്റെ നിഴലിൽ എന്റെ പുതിയ ജീവിതാശ. ഹല്ലേലൂയ. നാം കേട്ടതുപോലെ ആമേൻ. എന്താണ് ക്രൂശ്? ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നാം ചോദിക്കേണ്ട ഒരു പ്രധാന ചോദ്യമാണ് ക്രൂശ് എന്താണ്? ആമേൻ. ഈ പകൽ ആ ക്രൂശിന്റെ സ്നേഹം ആമേൻ നമ്മെ അതേ മാടി വിളിക്കുകയാണ്. ആ ക്രൂശിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് നിത്യ സ്നേഹമാണ്. ഹല്ലേലൂയ. ആ ക്രൂശിൽ നമുക്ക് ദർശിക്കുവാൻ കഴിയുന്നത് നമ്മുടെ വീണ്ടെടുപ്പാണ്. ആമേൻ.
ഹല്ലേലൂയ. ആമേൻ. ക്രൂശ് എന്താണ്? ചിലർ പറയുന്നു എൻ്റെ കഷ്ടപ്പാട് തന്നെയാണ് എൻ്റെ ക്രൂശ്. ആമേൻ. കുടുംബ ഭാരം തന്നെയാണ് എൻ്റെ ക്രൂശ്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അതെ, മറ്റുള്ളവർക്കായി പ്രാർത്ഥിക്കുന്നത് എൻ്റെ ക്രൂശ്. ആമേൻ എന്ന് ഹല്ലേലൂയ പറയുന്നു. പക്ഷേ വചനം എന്ത് പറയുന്നു? ഹല്ലേലൂയ. ക്രൂശ് ഒരു ദുഃഖ അനുഭവം മാത്രമോ, ഹല്ലേലൂയ, ഒരു ജീവിത പ്രശ്നമോ, അല്ലെങ്കിൽ അതിൽ ദൈവിക വെളിപ്പാടുണ്ടോ? ആമേൻ. ദൈവവചന അടിസ്ഥാനത്തിൽ ഇന്ന് പകൽ ആമേൻ എന്താണ് ക്രൂശ്? ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 23-ാം വാക്യം. ആമേൻ. ആരെങ്കിലും എന്റെ പിന്നാലെ വരുവാൻ ആമേൻ ഇച്ഛിച്ചിട്ടുണ്ടെങ്കിൽ അവൻ തന്നെ തന്നെ നിഷേധിച്ച് ദിവസേന തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ആമേൻ. ഇവിടെ യേശു പറഞ്ഞത് ക്രൂശ് ആമേൻ സമം സ്വയം നിഷേധം പ്ലസ് അനുസരണം. ആമേൻ. പ്ലസ് അവനെ അനുഗമിക്കൽ. യോഹന്നാന്റെ സുവിശേഷം ആമേൻ 19-ാം അധ്യായം 17-ാം വാക്യത്തിൽ അവൻ തന്നെ ക്രൂശിനെ ചുമന്നുകൊണ്ട് ഗോൽഗോത്ത എന്ന സ്ഥലത്തേക്ക് പോയി. ആമേൻ. അവൻ ചുമന്നത് വെറും മരക്കുരിശല്ല, നമ്മുടെ പാപത്തിന്റെ ശിക്ഷയായിരുന്നു, പാപത്തിന്റെ വിധിയായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലൻ ആമേൻ എഴുതിയ 1-ാം ലേഖനം അതിന്റെ 2-ാം അധ്യായം 24-ാം വാക്യത്തിൽ ആമേൻ ഇങ്ങനെ രേഖപ്പെടുത്തിയത്: അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിൽ കയറി. ആമേൻ. അതിനാൽ ഇന്ന് നാം ആമേൻ വികാരമല്ല അതെ അന്വേഷിക്കുന്നത്, വചന വെളിപ്പാടാണ് അന്വേഷിക്കുന്നത്. ആമേൻ. ഇപ്പോൾ പ്രാർത്ഥനയോടെ നാം വചന ശുശ്രൂഷയിലേക്ക് ആമേൻ കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് ഒരുക്കാം. ഹല്ലേലൂയ. ഒന്ന് ശോധന ചെയ്യാം. ആമേൻ. ഇന്ന് പകലിലും ആമേൻ പ്രഭാതം മുതൽ ഈ സമയം വരെ വിവിധ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരുന്ന നമ്മെ നിത്യ സ്നേഹം കൊണ്ട് സ്നേഹിച്ച ആ കരുണാമയനായ കർത്താവിന്റെ കരങ്ങളിൽ സുരക്ഷിതമായിരിക്കാൻ കൃപ ലഭിച്ച ദൈവമക്കളെ, ആ ക്രൂശിൽ എത്ര പേർക്ക് ആ സ്നേഹത്തെ ദർശിക്കുവാൻ കഴിയുന്നുണ്ട്? എത്ര പേർക്ക് ആ ക്രൂശിൽ ആമേൻ അതേ പകരപ്പെട്ട ദൈവ കൃപ അനുഭവിക്കാൻ കഴിയുന്നുണ്ട്? ഹല്ലേലൂയ. നമ്മുടെ തലമുറകളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ആ ക്രൂശിന്റെ ആമേൻ വെളിപ്പാട് ഹല്ലേലൂയ പ്രാപിപ്പാൻ ഈ പകൽ ചിലർക്കിടയാകട്ടെ. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അതിരാവിലെ തിരുസന്നിധിയിൽ ആമേൻ അതേ സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ ഈ പ്ലാറ്റ്ഫോമിലൂടെ ഞങ്ങൾക്ക് ഒരുമിച്ച് നൽകുന്ന കൂട്ടായ്മയ്ക്കായി നന്ദി പറയുന്നു. അവിടുത്തെ സന്നിധിയിൽ ഈ പകൽ കടന്നു വരുന്ന ജനത്തിനായി സ്തോത്രം. വരും ദിനങ്ങളിൽ ഈ സന്ദേശം ശ്രവിക്കുവാൻ പോകുന്നവർക്കായി സ്തോത്രം. കർത്താവേ, ക്രൂശിന്റെ സത്യത്തെ ഞങ്ങളുടെ മനസ്സിൽ വെളിപ്പെടുത്തണമേ. യേശുവേ, അവിടുത്തെ ക്രൂശ ഞങ്ങളുടെ രക്ഷയാണെന്ന് വീണ്ടും മനസ്സിലാക്കുവാൻ കൃപ തരണമേ. പരിശുദ്ധാത്മാവേ, വചനത്തിന്റെ ആത്മാവിനെ തുറക്കണമേ. മനസ്സിലെ ആശയ കുഴപ്പങ്ങൾ നീക്കണമേ. മനുഷ്യ ബുദ്ധി മാറി ദൈവിക വെളിപ്പാടിൽ കർത്താവേ ഇന്ന് പകൽ വചനം ചിന്തിപ്പാൻ, വചനം ധ്യാനിപ്പാൻ, വചനം ശുശ്രൂഷിപ്പാൻ ഈ പകൽ കൃപ ചെയ്യണമേ. ഈ ലൈവിൽ പങ്കുചേരുന്ന ഓരോരുത്തരുടെ ഹൃദയം മൃദുവാക്കണമേ. ബന്ധനങ്ങൾ തകരട്ടെ, ഭാരങ്ങൾ മാറട്ടെ. സത്യം നമ്മെ സ്വതന്ത്രരാക്കുകയാൽ ഇന്ന് പകൽ തിരുവെഴുത്തുകളിലെ സത്യങ്ങളെ ഉൾക്കൊള്ളുവാൻ ഹൃദയങ്ങളെ തുറക്കേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ക്രൂശിന്റെ ശക്തി ഇപ്പോൾ ആമേൻ ഈ നിമിഷം ആമേൻ ഇടയിൽ ഹല്ലേലൂയ ജനത്തിന്റെ ഇടയിൽ, തലമുറയുടെ ഇടയിൽ ആമേൻ വെളിപ്പെടുവാൻ ഇടയാകട്ടെ. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച്
ദൈവവചന കേൾവിക്കായി ഞങ്ങളെ സമർപ്പിക്കുന്നു. ആത്മാവിൽ എഴുതിയ വചനം ആത്മാവിൽ ശുശ്രൂഷിപ്പാൻ അടിയനെ ശക്തീകരിക്കണം. ജനത്തെ അവിടെ ഒരുക്കണം. സകല മഹത്വവും മാനവും പുകഴ്ചയും അവിടുത്തേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ഇരുന്നവനും ഇരിക്കുന്നവനും ആദ്യനും അന്ത്യനും അൽഫയും ഒമേഗയും വീണ്ടും വരുന്നവനുമായ നിസ്തുല്യനായ യേശു കർത്താവിന്റെ നാമത്തിൽ സ്വദേശത്ത് വിദേശത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ പകൽ ഈ സന്ദേശം ശ്രവിക്കുന്ന, ഈ കൂട്ടായ്മയിൽ പങ്കാളികളാകുന്ന, വരും ദിനങ്ങളിൽ ഈ സന്ദേശം ശ്രവിക്കുന്ന എല്ലാവരെയും എല്ലാ നിലകളിലും സ്വർഗത്തിലെ വലിയവനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവേശുവിനുള്ള നന്ദിയും വന്ദനവും അറിയിച്ചുകൊണ്ട് ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായും ദൈവത്തിന്റെ ആ ക്രൂശിലെ സ്നേഹത്തെ ദൈവം വെളിപ്പെടുത്തിയ ദൈവിക കൃപകളെ ഈ പകൽ അനുഭവിപ്പാൻ ഇടയാകും. ഇപ്പോൾ നാം വചനത്തിന്റെ ആഴത്തിലേക്ക് പ്രവേശിക്കാം. ക്രൂശ ദൈവത്തിന്റെ വീണ്ടെടുപ്പിന്റെ പദ്ധതിയാണ്. ആമേൻ, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ എന്തും ഏതും ചോദ്യം ചെയ്യുന്ന തലമുറകളെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആമേൻ. നമ്മുടെ വീട്ടിലെ കൊച്ചു കുഞ്ഞുങ്ങൾ പോലും, എൻ്റെ വീട്ടിലൊരു കുഞ്ഞുണ്ട്. ആമേൻ. പല കാര്യങ്ങളെ കുറിച്ചും ആ കുഞ്ഞ് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. എൻ്റെ മൂത്ത മോളാണെങ്കിൽ ഇപ്പോഴും ചില കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് ചോദ്യം വളരെ ഗൗരവമുള്ളതാണ്. അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞാനും നിങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത്. ആമേൻ. എന്നാൽ ഇന്ന് ഈ മധ്യാഹ്ന സമയത്ത് ആമേൻ ഒരു ചോദ്യത്തോട് കൂടെ ആമേൻ ശുശ്രൂഷ ആരംഭിക്കട്ടെ. ആമേൻ. അതെ, യേശുവിന് ക്രൂശ് ഉണ്ടായിരുന്നുവോ? ആമേൻ, ഹല്ലേലൂയ. യേശുവിന് ക്രൂശ് ഉണ്ടായിരുന്നുവോ? ആമേൻ. കഴിഞ്ഞ ചില ദിനങ്ങളിലായി ആമേൻ യേശുവിന്റെ ജനനം, യേശുവിന്റെ ജീവിതം, യേശുവിന്റെ മരണം, ആമേൻ, ഹല്ലേലൂയ, ചിന്തിപ്പാനിടയായി. ആമേൻ. ദൈവം അനുവദിച്ചാൽ ഇന്ന് രാത്രി യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിനെ കുറിച്ച്, പുനരുദ്ധാനത്തെ കുറിച്ച് നാം കേൾക്കുവാനായിട്ട് പോകുകയാണ്. ഹല്ലേലൂയ. എന്നാൽ ഈ മധ്യാഹ്ന സമയത്ത് ആമേൻ ഈ സ്പെഷ്യൽ മീറ്റിംഗിനകത്ത് ആമേൻ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയ ചിന്ത, ആമേൻ, ഹല്ലേലൂയ, അതെ, യേശുവിന് ക്രൂശ് ഉണ്ടായിരുന്നുവോ? ആമേൻ. ഉത്തരം വ്യക്തമാണ്, അതെ. ഹല്ലേലൂയ. ആമേൻ. ചരിത്ര സത്യമായ ക്രൂശ്. ആമേൻ. ക്രൂശ് ആമേൻ ഒരു ചരിത്ര സത്യമാണ്. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 17-ാം വാക്യത്തിൽ ആമേൻ നാം വായിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് തന്റെ അഭിഷേകത്തിലൂടെ രേഖപ്പെടുത്തിയത് ആമേൻ ഇങ്ങനെയാണ്. വായിച്ചാലും അവർ യേശുവിനെ കൈയേറ്റു. അവൻ തന്നെ ക്രൂശിനെ ചുമന്നുകൊണ്ട് ക്രൂശ് ചുമന്നുകൊണ്ട് എബ്രായ ഭാഷയിൽ ഗോൽഗോഥ എന്ന് പേരുള്ള തലയോടിടം എന്ന സ്ഥലത്തേക്ക് പോയി. തലയോടിടം എന്ന സ്ഥലത്തേക്ക് പോയി. ആമേൻ. അവൻ തന്റെ ക്രൂശ് ചുമന്ന് ഗോൽഗോഥ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയി. ആമേൻ. ഇതൊരു ആത്മീയ ആമേൻ ഉപമയല്ല. ആമേൻ. ഇതൊരു യഥാർത്ഥ സംഭവമാണ്. ആമേൻ. അവൻ തന്റെ ക്രൂശ് ചുമന്നു. ഹല്ലേലൂയ. ആമേൻ. റോമൻ ശിക്ഷാവിധിയുടെ ആമേൻ ഉപകരണം. ആമേൻ. ഹല്ലേലൂയ. അതെ, മരണത്തിന്റെ അടയാളം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 27-ാം അധ്യായം 35-ാം വാക്യം ആമേൻ വായിക്കുമ്പോൾ അവിടെ നമുക്ക് പരിശുദ്ധാത്മാവ് നൽകി തരുന്ന ഒരു കാര്യമുണ്ട്. വായിച്ചാലും അവനെ ക്രൂശിൽ തറച്ച ശേഷം അവർ ചീട്ടിട്ട് അവന്റെ വസ്ത്രം പകുത്തെടുത്തു. ഹല്ലേലൂയ. അവർ അവനെ ക്രൂശിച്ചു. ആമേൻ. ഇത് ചരിത്രത്തിൽ നടന്ന ശാരീരിക മരണം. ആമേൻ. യേശു യഥാർത്ഥത്തിൽ ക്രൂശിക്കപ്പെട്ടു. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. പ്രിയരേ, ആത്മീയ സത്യമായ ക്രൂശ്. ആമേൻ. പക്ഷേ ഇത് വെറും മരകഷ്ണമോ
ഹല്ലേലൂയ. ആമേൻ. രണ്ടാമതൊരു ചോദ്യം കൂടെ ഞാൻ ചോദിക്കുകയാണ്. ആമേൻ. യേശു ക്രൂശിക്കപ്പെട്ടു. ആമേൻ. സത്യമാണ്. ഹല്ലേലൂയ. ആത്മീയ സത്യമായ ക്രൂശ്. പക്ഷേ ഇത് വെറും മരക്കഷണമോ? ആമേൻ. പത്രോസ് അപ്പോസ്തലൻ ആത്മാവിൽ എഴുതിയ ആമേൻ ലേഖനം, 1-ാം ലേഖനം 2-ാം അധ്യായം അതിന്റെ 24-ാം വാക്യം ആമേൻ ഇപ്രകാരം നാം വായിക്കുന്നു. പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്: നാം പാപം സംബന്ധിച്ചു മരിച്ചു, നാം പാപം സംബന്ധിച്ചു മരിച്ചു, നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ആമേൻ. ഇന്ന് പകലിലും ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ക്രൂശിലൂടെ ആമേൻ നൽകിയ സൗഖ്യത്തിന്റെ ശക്തി ചില ജീവിതങ്ങളിൽ വെളിപ്പെടുന്ന അതേ പകലായി മാറുകയാണ്. അവൻ നമ്മുടെ പാപങ്ങളെ തന്റെ ശരീരത്തിൽ ക്രൂശിൽ ചുമന്നു. ആമേൻ. ഇവിടെ വെളിപ്പാട് ആഴമാണ്. ഹല്ലേലൂയ. ക്രൂശ് ആമേൻ മരക്കഷണം മാത്രമല്ല, പാപത്തിന്റെ വിധി സ്ഥലമാണ്. ഹല്ലേലൂയ. അവൻ ചുമന്നത് മരം മാത്രമല്ല, പിന്നെ എന്താ അവൻ ചുമന്നത്? ഒന്ന്, നമ്മുടെ കുറ്റം. ഹല്ലേലൂയ. നാം ചെയ്ത കുറ്റം. ആമേൻ. ഹല്ലേലൂയ. അവൻ ചുമന്നെന്ന്. ഹല്ലേലൂയ. നമ്മുടെ ലജ്ജ അവൻ ചുമന്നെന്ന്, നമ്മുടെ ശിക്ഷ അവൻ ചുമന്നെന്ന്. ഇന്ന് പകൽ ലജ്ജിക്കപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഈ സന്ദേശം ശ്രമിക്കുന്നെങ്കിൽ, അവൻ കുറ്റാരോപണങ്ങളുമായി ആരെങ്കിലും ജീവിക്കുന്നുവെങ്കിൽ, അവൻ നിന്റെ കുറ്റം അവൻ ഏറ്റെടുത്തെന്ന്, അവൻ നീ ശിക്ഷിക്കേണ്ട സ്ഥാനത്ത് അവൻ ശിക്ഷിക്കപ്പെട്ടെന്ന്. ഹല്ലേലൂയ. അപ്പൊ ക്രൂശ് മരകർഷണം മാത്രമല്ല, പാപത്തിന്റെ വിധി സ്ഥലം കൂടെയാണ്. അവൻ ചുമന്നത് വെറും ഒരു മരം മാത്രമായിരുന്നില്ല. ആമേൻ. നാം ചെയ്ത കുറ്റം. ഹല്ലേലൂയ. നമ്മുടെ ലജ്ജ, നമ്മുടെ ശിക്ഷ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. നാം ആഴത്തിൽ ആമേൻ ചിന്തിക്കുമ്പോൾ ആമേൻ ഒരു ഡിവൈൻ എക്സ്ചേഞ്ച് നടക്കുകയാണ്. ഹല്ലേലൂയ. വിദേശ പണം ആമേൻ സ്വദേശത്ത് മാറിയെടുക്കുന്നത് പോലെ ആമേൻ ഒരു ഡിവൈൻ എക്സ്ചേഞ്ച്, ദൈവിക മാറ്റം സംഭവിക്കുകയാണ്. ക്രൂശിൽ എന്ത് സംഭവിച്ചു? ഇന്ന് പകൽ ആവർത്തിച്ചു ചോദിക്കുകയാ, ക്രൂശ് എന്താണ്? ക്രൂശിൽ എന്ത് സംഭവിച്ചു? ഹല്ലേലൂയ. ആമേൻ. അവൻ നിരപരാധി. ഹല്ലേലൂയ. ആമേൻ. ക്രൂശിൽ യാഗമായവൻ നിരപരാധി. ഹല്ലേലൂയ. നാം കുറ്റക്കാർ. ഹല്ലേലൂയ. അവൻ നീതിമാൻ, നാം പാപികൾ. ആമേൻ. അവൻ ജീവൻ, നാം മരണത്തിന് അർഹർ. ഹല്ലേലൂയ. ആമേൻ. എന്നാൽ ആ ക്രൂശിലൂടെ സ്ഥാനം മാറുവാൻ തക്കവണ്ണം ഇടയായി. അങ്ങനെയെങ്കിൽ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ ചില ജീവിതങ്ങളുടെ ചരിത്രം മാറുകയാണ്, ചില തലമുറകളുടെ ചരിത്രം മാറുകയാണ്. ഈ പകൽ ഉയർത്തപ്പെടുന്ന ക്രിസ്തുവിനെ ആര് വിശ്വസിക്കുമോ അവരുടെ ജീവിതത്തിന്റെ ചരിത്രം തിരിയുവാൻ തക്കവണ്ണം ഇടയാകും. ഹല്ലേലൂയ. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം അതിന്റെ 21-ാം വാക്യം, ദൈവസഭയിലായിരിക്കുന്നവരുടെ കണ്ണുകൾ തുറക്കപ്പെടുവാൻ ആത്മാവ് അവർക്ക് കൊടുത്ത ദൂത് ഇപ്രകാരമായിരുന്നു. വായിച്ചാട്ടെ. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. അവൻ നമുക്ക് വേണ്ടി പാപം ആക്കി. ശ്രദ്ധിക്കണമേ, പാപമറിയാത്തവനെ അവൻ നമ്മുടെ നിമിത്തം പാപമാക്കി. ഇതാണ് സുവിശേഷത്തിന്റെ ഹൃദയം. ഹല്ലേലൂയ. ഇന്ന് പകൽ സുവിശേഷത്തിന്റെ സന്ദേശം എന്താണ്? പാപമറിയാത്തവനെ അവൻ നമ്മുടെ നിമിത്തം പാപമാക്കി. ഹല്ലേലൂയ. ഇതാണ് സുവിശേഷത്തിന്റെ ഹൃദയം. ഹല്ലേലൂയ. അപ്പോ ക്രൂശിന്റെ 3 ആഴങ്ങൾ ആമേൻ നാം ചിന്തിക്കും.
ചിന്തിക്കുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ഒന്ന് നാം കേട്ടുകൊണ്ടിരുന്ന കാര്യമാണ്. ആമേൻ. ഒന്ന് ശിക്ഷയുടെ സ്ഥലം. ആമേൻ. അതെ, ദൈവ നീതിയുടെ തിരുകൽപ്പന അവിടെ വെളിപ്പെടുവാനിടയായി, നടക്കുവാനിടയായി. ഹല്ലേലൂയ. അവിടെ നടന്നു. ഹല്ലേലൂയ. രണ്ട്, വീണ്ടെടുപ്പിന്റെ സ്ഥലം. ആമേൻ. എന്താ സംഭവിച്ചത്? ശാപം മാറി അനുഗ്രഹം വന്നു. ആമേൻ. ഹല്ലേലൂയ. അതെ, ഗലാത്യ ലേഖനം 3-ാം അധ്യായം 13-ാം വാക്യത്തിൽ ആമേൻ നാം വായിക്കുന്നത് ക്രിസ്തു ആമേൻ നമ്മുടെ നിമിത്തം ശാപമായെന്ന. ഹല്ലേലൂയ. വായിച്ചാ മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ശപിക്കപ്പെട്ടിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്നും നമ്മെ വിലയ്ക്ക് വാങ്ങി. ഹല്ലേലൂയ. അപ്പോ സ്നേഹത്തിന്റെ പരമാവധി. ഹല്ലേലൂയ. ഈ പരമാവധി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? ആമേൻ. എന്താ? ആമേൻ. കഴിവിന്റെ പരമാവധി. ആമേൻ. ഇതിനപ്പുറത്ത് പിന്നെ ഇല്ല. ആമേൻ. ഹല്ലേലൂയ. ചില ഡോക്ടേഴ്സ് പറയാറില്ലേ? ആമേൻ, ഞങ്ങൾ പരമാവധി എന്ത് ചെയ്തു? ശ്രമിച്ചു നോക്കി. ആമേൻ. ചില തലമുറകൾ പറയാറില്ലേ? ആമേൻ, ഞങ്ങൾ കഴിവിന്റെ പരമാവധി ശ്രമിച്ചു നോക്കി. ഹല്ലേലൂയ. ആമേൻ. എന്നാൽ ഇവിടെ ക്രൂശ് ആമേൻ സ്നേഹത്തിന്റെ പരമാവധി, അങ്ങേയറ്റം, അതിനപ്പുറം ഇല്ലെന്ന് ആ സ്നേഹം അവിടെ വെളിപ്പെടുത്തിയെന്ന്. ആമേൻ. ദൈവ സ്നേഹത്തിന്റെ തെളിവാണ് ക്രൂശ്. ആമേൻ. അത് റോമാലേഖനം 5-ാം അധ്യായം ആമേൻ അതിന്റെ 8-ാം വാക്യം. ആമേൻ. പരിശുദ്ധാത്മാവ് ആമേൻ ദൈവസഭയിലായിരിക്കുന്നവരോട് പറയുകയാണ്. ആമേൻ, നിങ്ങളെ സ്നേഹിച്ച ഒരു പിതാവ് സ്നേഹത്തിന്റെ അങ്ങേയറ്റം ആമേൻ പരമാവധി ആമേൻ വെളിപ്പെടുത്തിയ ഒരു ഇടമാണ് ക്രൂശ്. ആമേൻ. വായിച്ചു. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാൽ ദൈവം തനിക്കുള്ള നമ്മോടുള്ള സ്നേഹത്തെ എന്ത് ചെയ്തു? പ്രദർശിപ്പിച്ചു. ഹല്ലേലൂയ. ആമേൻ. നാം പാപികളായിരിക്കെ ക്രിസ്തു നമ്മുടെ നിമിത്തം എന്ത് ചെയ്തു? മരിച്ചു. ഹല്ലേലൂയ. എന്താണ് ഈ വാക്യം കൊണ്ട് ആമേൻ പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുന്നത്? അതെ, യേശുവിന് ക്രൂശ് ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. പക്ഷേ അതൊരു വേദന മാത്രമല്ല. ആമേൻ. അവൻ എന്റെ പാപം ചുമന്നു. ആമേൻ. അവൻ നിന്റെ ശിക്ഷ ഏറ്റെടുത്തു. ആമേൻ. അവന്റെ ക്രൂശ നമ്മുടെ രക്ഷ. ആമേൻ. ക്രൂശ തോൽവിയുടെ അടയാളമല്ല, വിജയത്തിന്റെ പ്രഖ്യാപനമാണ്. ക്രൂശ തോൽവിയുടെ അടയാളമല്ല, അത് വിജയത്തിന്റെ പ്രഖ്യാപനമാണ്. ആമേൻ. ക്രൂശ മരണത്തിന്റെ ചിഹ്നമല്ല, ജീവന്റെ കവാടമാണ്. ആമേൻ. ഇന്ന് ആമേൻ നാം മനസ്സിലാക്കേണ്ടത്, അവൻ ചുമന്നത് നമ്മൾ ചുമക്കേണ്ടതായിരുന്നു. ഹല്ലേലൂയ. അതാണ് കൃപ. ആമേൻ. അതാണ് രക്ഷ. ആമേൻ. അതാണ് സുവിശേഷം. ഹല്ലേലൂയ. ഈ പകൽ ചിലരുടെ മേൽ സ്വർഗ്ഗം ആ കൃപ വെളിപ്പെടുത്തുന്ന പകലാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ആമേൻ. ആ രക്ഷ ചില ജീവിതങ്ങൾക്ക്, ആമേൻ, ചില കുടുംബങ്ങൾക്ക്, ആമേൻ, അതേ അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഈ പകൽ ഈ സുവിശേഷം ആമേൻ ജനങ്ങൾക്ക് വിടുതലായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. എന്നാൽ നമ്മുടെ ക്രൂശ് എന്താ? ആമേൻ. ക്രിസ്തുവിന് ക്രൂശ് ഉണ്ടായിരുന്നു. ആമേൻ. എന്തായിരുന്നു ക്രിസ്തുവിന്റെ ക്രൂശ്? ആമേൻ. ആ ക്രൂശ് എന്തിനു വേണ്ടിയായിരുന്നു? അത് നാം ചിന്തിച്ചു കഴിഞ്ഞു. എന്നാൽ രണ്ടാമതായി നാം ചിന്തിക്കുവാൻ പോകുന്നത്, ആമേൻ, നമ്മുടെ ക്രൂശ് എന്താണ്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ചിലർ പറയുന്നത്, ആമേൻ, എന്റെ ക്രൂശ് എന്ന് പറയുന്നത് ഞാൻ ചുമക്കുന്ന കഷ്ടതയാണ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, പ്രിയ മാതാവേ, പിതാവേ, കൂടപ്പിറപ്പേ, പ്രിയ അഭിഷിക്തന്മാരെ, ഹല്ലേലൂയ, യേശുവിന്റെ ക്രൂശ് രക്ഷയുടെ ക്രൂശാണ്. ഹല്ലേലൂയ. മാനവരാശിയുടെ രക്ഷയുടെ ആമേൻ പദ്ധതിയായിരുന്നു ആമേൻ തന്റെ പുത്രനെ ക്രൂശിൽ യാഗമാക്കുക എന്നുള്ളത്. അപ്പൊ യേശുവിന്റെ ക്രൂശ് രക്ഷയുടെ ക്രൂശ്. ആമേൻ.
ഹല്ലേലൂയ. അതെ, ലോകം ആമേൻ കൊടുത്തതായിരുന്നില്ല ആമേൻ ആ ക്രൂശ്. പ്രൈസ് ദി ലോർഡ്. പിതാവായ ദൈവം തന്റെ പുത്രനെ ആമേൻ തകർത്ത് ആമേൻ തന്നിൽ നിന്ന് അകന്നു പോയ, പാപം ചെയ്ത, ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയ ആ സമയത്ത് കേൾപ്പിച്ച ഒരു പ്രവചനമാണ് ആമേൻ ക്രൂശിൽ നിവൃത്തിയാകുന്നത്. ഹല്ലേലൂയ. അപ്പൊ ആ ക്രൂശ് ആമേൻ സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. ഹല്ലേലൂയ. അപ്പോ ആമേൻ യേശുവിന്റെ ക്രൂശ് ആമേൻ എന്തായിരുന്നു? രക്ഷയുടെ ക്രൂശായിരുന്നു. ഹല്ലേലൂയ. പക്ഷെ നമ്മുടെ ക്രൂശ് എന്താ? ഹല്ലേലൂയ. യേശു ക്രൂശിൽ യാഗമായി തീർന്നത് കൊണ്ട് നമുക്ക് രക്ഷ ആമേൻ അതേ ദാനമായി ലഭിക്കാനിടയായി. എന്നാൽ എന്റെയും നിങ്ങളുടെയും ക്രൂശ് ആമേൻ എന്താ? ഇത് വളരെ വ്യക്തമായി യേശു തന്നെ പറഞ്ഞു. ഹല്ലേലൂയ. അതിന് അടിസ്ഥാനം ആമേൻ ലോകത്തിന്റെ ചരിത്രമല്ല, സത്യ വേദ പുസ്തകം അത് വെളിപ്പെടുത്തുന്ന തിരുവചനമാണ്. എന്താ ആധാരം? ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 23-ാം വാക്യം വായിച്ചാലും ഹല്ലേലൂയ. എന്താണ് നമ്മുടെ ക്രൂശ്? ഹല്ലേലൂയ. ആമേൻ തെറ്റിദ്ധാരണകളുടെ ലോകമാണ്. ആമേൻ തെറ്റിദ്ധരിക്കപ്പെടുന്ന ലോകമാണ്. ആമേൻ വചനം ആമേൻ തെളിവായി പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുമ്പോൾ വചനത്തെ അതേ ബുദ്ധിക്കും യുക്തിക്കും അനുസരിച്ച് വളച്ചൊടിക്കുവാൻ ദൈവം അനുവാദം തന്നിട്ടില്ല. ആമേൻ പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്ന നിയോഗത്തോടെ ഇതിനോട് കൂട്ടാതെ കുറയ്ക്കാതെ അതിന്റെ തനിമ നഷ്ടപ്പെടാതെ ലോകത്തിന്റെ അറ്റത്തോളം പ്രസംഗിക്കുവാൻ കൃപ ലഭിച്ച അഭിഷക്തന്മാരെ വിശുദ്ധ വേദപുസ്തകം വളരെ തെളിവായി പറയുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 23-ാം വാക്യം. പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്, എന്നെ അനുഗമിക്കുവാൻ ആരെങ്കിലും ഇച്ഛിച്ചാൽ. ഇന്ന് പകൽ ഈ ആമേൻ ലൈവിലൂടെ ഈ സന്ദേശം ആമേൻ ലോകത്തിന്റെ അറ്റത്തോളം എത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും കൃപയാൽ ഈ സന്ദേശം അതെ കേൾക്കുവാൻ ഇടയാകുന്നുവെങ്കിൽ ആമേൻ അതെ കാത് തുറന്ന് കേൾക്കണം. ആരെങ്കിലും ഇന്ന് പകൽ ഏത് സാഹചര്യത്തിൽ ഇരിക്കുന്ന വ്യക്തിയായാലും, ഏത് ജാതിയിൽ പിറന്ന വ്യക്തിയായാലും, ഏത് ഗോത്രത്തിൽ പിറന്ന വ്യക്തിയായാലും, ഏത് വിദ്യാഭ്യാസം ഉള്ളവരായാലും, ഏത് ഡിഗ്രി ഉള്ളവരായാലും, എത്ര പണം ഉള്ളവരായാലും, എത്ര കഷ്ടം ഉള്ളവരായാലും, എത്ര വേദന ഉള്ളവരായാലും, എത്ര തകർച്ച ഉള്ളവരായാലും, ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച നാൾതോറും തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ഹല്ലേലൂയ. ആരെങ്കിലും എന്റെ പിന്നാലെ വരുവാൻ ആർക്കെങ്കിലും ആമേൻ ഇന്ന് പകൽ അവരുടെ ഹൃദയത്തിൽ ആമേൻ സ്വർഗം ഇടപെട്ടിട്ട് ഒരാഗ്രഹമുണ്ടായി ഈ ആമേൻ യേശുവിനെ അനുഗമിക്കുവാൻ ആമേൻ തീരുമാനമെടുത്താൽ, ഇറങ്ങി തിരിച്ചാൽ എന്റെ പിന്നാലെ വരുവീ. ഇന്ന് പകൽ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അരികിൽ വരുവീ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് അരുളി ചെയ്ത കർത്താവ് പറയുകയാണ്. ആരെങ്കിലും എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിക്കുകയാണെങ്കിൽ, ഇച്ഛയുണ്ടെങ്കിൽ, ആഗ്രഹമുണ്ടെങ്കിൽ അവൻ തന്നെ സ്വയമാ നിഷേധിച്ച ദിവസേന തന്റെ ക്രൂശ് എടുത്തും കൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ഹല്ലേലൂയ. ഈ വചനത്തിൽ 4 ഘട്ടങ്ങൾ ആമേൻ ഉണ്ട്. ഹല്ലേലൂയ. ഒന്ന് ഇച്ഛ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇച്ഛയല്ല കേട്ടോ, ഇച്ഛ. ആമേൻ. 2 സ്വയം നിഷേധം. ഹല്ലേലൂയ. 3 ദിവസേന ക്രൂശ് എടുക്കുക. ഹല്ലേലൂയ. ആമേൻ. എന്നോ ഞാൻ എടുത്തതാണ് അല്ല, ആമേൻ, എല്ലാ ദിവസവും ആമേൻ ദിവസേന ക്രൂശ് എടുക്കുക. ഹല്ലേലൂയ. 4 അനുഗമിക്കുക. ഹല്ലേലൂയ. വിശുദ്ധീകരിക്കുക. 1 തന്നെത്താൻ നിഷേധിച്ചു. ആമേൻ. ഇത് സെൽഫായിട്ട് ആമേൻ ചെയ്യേണ്ട കാര്യമാണ്.
വ്യക്തിപരമായി ചെയ്യേണ്ട കാര്യമാണ്. ഹല്ലേലൂയ. ഇത് സ്വയം വെറുക്കൽ അല്ല. ആമേൻ. ഇത് ആത്മ അഭിമാനം തകർക്കലല്ല. ആമേൻ. ഇത് എന്റെ സ്വാർത്ഥ ഇഷ്ടങ്ങളെ നിഷേധിക്കൽ. ആമേൻ. ഹല്ലേലൂയ. ഗലാത്യ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യം ആധാരമായി പരിശുദ്ധാത്മാവ് ദൈവസഭയിലായിരിക്കുന്നവരോട് ആമേൻ ഇടപെടുവാൻ തക്കവണ്ണം ആമേൻ ആഗ്രഹിച്ചു. വായിക്കാം. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ എന്ന വ്യക്തി ദൈവസഭയ്ക്കകത്തായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുകയാണ്, അതെ, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. എന്താ അതിന്റെ അർത്ഥം? ആമേൻ. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ഞാൻ കേന്ദ്രമല്ല, ക്രിസ്തുവാണ് കേന്ദ്രം. ഹല്ലേലൂയ. ക്രൂശ് എന്നത് എനിക്ക് ഇഷ്ടമുള്ളത് അല്ല, ദൈവത്തിന് ഇഷ്ടമുള്ളതാണ്. ഹല്ലേലൂയ. നമുക്കാർക്കും ക്രൂശ് ഇഷ്ടമല്ല. ആമേൻ. തന്റെ പുത്രനെ സംബന്ധിച്ചിടത്തോളം ഗെത്സമനയിൽ താനൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്നും എടുത്തു മാറ്റണമേ. അത് വികാരത്തിൽ പ്രാർത്ഥിച്ചതാ. എന്നാൽ വികാരം ദൗത്യമായി മാറിയപ്പോൾ അവൻ തിരിച്ചു പ്രാർത്ഥിച്ചു, പിതാവേ, എന്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം. അപ്പോ പിതാവ് തന്റെ പുത്രന് വെച്ചിരുന്ന ആമേൻ ക്രൂശ്, ഹല്ലേലൂയ, ആമേൻ, ക്രൂശ് എന്നത് എനിക്ക് ഇഷ്ടമുള്ളതല്ല, ദൈവത്തിന് ഇഷ്ടമുള്ളതാ. പ്രൈസ് ദി ലോർഡ്. തന്നെ താൻ ക്രൂശ് എടുത്ത് അനുഗമിക്കണം. ആമേൻ. ഇത് ഇഷ്ടമുള്ള കാര്യമല്ല, പക്ഷെ ദൈവത്തിന്റെ ഇഷ്ടം നീ ദിനം പ്രതി ദിവസേന ക്രൂശ് എടുത്ത് ആമേൻ പുത്രനെ അനുഗമിക്കണമെന്ന് ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ ഇരിക്കുന്ന ഇരിപ്പിലിരുന്ന് ആ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ക്രൂശ് എന്നത് എനിക്ക് ഇഷ്ടമുള്ളത് അല്ല, ദൈവത്തിന് ഇഷ്ടമുള്ളത്. ഹല്ലേലൂയ. ആമേൻ. ദിവസേന തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് ആമേൻ ഡെയിലി ഡിസിഷൻ, ആമേൻ, ഡെയിലി ആമേൻ ചെയ്യേണ്ട ഒരു കാര്യം. ആമേൻ. ക്രൂശ് ഒരു ദിവസം എടുത്താൽ മതി എന്നല്ല വചനം പറയുന്നത്, ദിവസേന എന്ന് പറയുന്നു. ഹല്ലേലൂയ. ആമേൻ. ജനിച്ച ആമേൻ ഏതെങ്കിലും ഒരു വ്യക്തി ആമേൻ ഒരിക്കൽ മാത്രം പല്ല് തേച്ചാൽ മതിയോ? ഒരിക്കൽ മാത്രം കുളിച്ചാൽ മതിയോ? ഒരിക്കൽ മാത്രം ആഹാരം കഴിച്ചാൽ മതിയോ? ഒരിക്കൽ മാത്രം വെള്ളം കുടിച്ചാൽ മതിയോ? ഓരോ ദിവസവും ആമേൻ ജീവനോടെ ഇരിക്കുന്നെങ്കിൽ ആമേൻ അത് ജീവിതത്തിന്റെ ശൈലിയായി മാറുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പറഞ്ഞതിന്റെ അർത്ഥം ആമേൻ ക്രൂശ് ഒരു ദിവസം എടുത്താൽ പോരാ, ആമേൻ മതി എന്നല്ല, ദിവസേന എന്ന് പറയുന്നു. അർത്ഥം ഇതൊരു ജീവിത ശൈലിയായി മാറണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നിന്റെ ജീവിതത്തിന്റെ ആമേൻ ജീവിതത്തിന്റെ ഒരു ശൈലിയായി മാറണം. പ്രൈസ് ദി ലോർഡ്. പ്രതിദിന തീരുമാനങ്ങൾ, ഹല്ലേലൂയ, പാപത്തെ ആമേൻ കാണുമ്പോൾ അതിനോട് കൂടി അല്ലേ, ദുഷ്ടന്റെ കൂടെയും പാപിയുടെ കൂടെയും പരിഹാസിയുടെ കൂടെയും അല്ല. ആമേൻ. ജീവിത ശൈലി എന്താ? പ്രതിദിനം തീരുമാനമെടുക്കണം. പാപത്തെ ഇല്ല എന്ന് പറയുക, പാപത്തോട് നോ പറയുക, കോപത്തെ വിട്ടുകളയുക. ഹല്ലേലൂയ. ഒരിക്കൽ കോപത്തെ വിട്ടുകളഞ്ഞു, ആമേൻ, പിന്നെ നീ കോപിക്കുകയാ അല്ല. അതിന്റെ അർത്ഥം ആമേൻ ദിനം പ്രതി ആമേൻ നീ മാനസാന്തരപ്പെടണം. ദിനം പ്രതി നീ ക്രൂശ് എടുത്ത് അനുഗമിക്കണം. നീ ഭാര്യയോട് കോപിച്ചാൽ, നീ ഭർത്താവിനോട് കോപിച്ചാൽ, നീ മക്കളോട് കോപിച്ചാൽ, നീ അപ്പനോട് കോപിച്ചാൽ, നീ അമ്മയോട് കോപിച്ചാൽ, നീ സഹോദരനോട് കോപിച്ചാൽ, എന്തോ എവിടെ വെച്ചോ നീ ഏറ്റു പറഞ്ഞത് പോരാ. ആമേൻ. ഓരോ ദിവസവും നിന്റെ ജീവിതത്തിന്റെ ജീവിത ശൈലിയായി അത് മാറുവാനിടയാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജീവിത ശൈലി. ആമേൻ. ദിനംപ്രതി പല്ല് തേക്കുന്നില്ലേ? ദിനംപ്രതി കുളിക്കുന്നില്ലേ? ദിനംപ്രതി വെള്ളം കുടിക്കുന്നില്ലേ? ദിനംപ്രതി ആഹാരം കഴിക്കുന്നില്ലേ? ദിനംപ്രതി ആമേൻ മറപ്പുരയിൽ പോകുന്നില്ലേ?
ജീവിതത്തിന്റെ ശൈലി തെറ്റുമ്പോഴാണ് അപകടം സംഭവിക്കുന്നത്. ആത്മീയ ജീവിതത്തിന് ഒരു ശൈലിയുണ്ട്. ആ ജീവിത ശൈലി മാറിയാൽ അത് വലിയ അപകടം അതേ കൊണ്ടുവരുവാനിടയാകും. ഹല്ലേലൂയ. ആമേൻ. പാപത്തെ കാണുമ്പോൾ ഇല്ല, നോ പറയണം, നോ പറയണം. ഹല്ലേലൂയ. ആമേൻ. അതെ, ഈ മഹാപാപം ഞാൻ ചെയ്യത്തില്ല എന്ന് പറഞ്ഞു ഓടിയ ആ ഭക്തനെ പോലെ ഓടണമെന്ന്. ഹല്ലേലൂയ. ആമേൻ. കോപത്തെ വിട്ടുകളയുക, പ്രതികാരത്തെ നിരസിക്കുക. ആമേൻ. ഭാര്യയോട് പ്രതികരിക്കും, ഭർത്താവിനോട് പ്രതികരിക്കും, മക്കളോട് പ്രതികരിക്കും, അപ്പനോട് പ്രതികരിക്കും, അമ്മയോട് പ്രതികരിക്കും, നേതാക്കന്മാരോട് പ്രതികരിക്കും, അണികളോട് പ്രതികരിക്കും. ഇന്ന് പകൽ ആമേൻ അതേ പാപത്തോട് നോ പറയുക, കോപത്തെ വിട്ടുകളയുക, ആമേൻ പ്രതികാരത്തെ നിരസിക്കുക. പിന്നെന്തോ ചെയ്യണം? വിശുദ്ധിയെ തെരഞ്ഞെടുക്കുക. റോമാലേഖനം 12-ാം അധ്യായം 1-ാം വാക്യം. ആമേൻ. രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ദൈവസഭയുടെ അംഗങ്ങളായി ജീവിക്കുന്ന ഏവരോടുമായി ആമേൻ സ്വർഗത്തിലെ ദൈവം തന്റെ ആത്മാവിനാൽ അഭിഷേകത്തിലൂടെ ഇടപെട്ടത് ഇങ്ങനെയാണ്. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പി. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനുള്ള യാഗമായി സമർപ്പിപ്പി. ഹല്ലേലൂയ. അപ്പൊ ക്രൂശ യാഗ ജീവിതമാണ്. ഹല്ലേലൂയ. മൂന്നാമതായി ആമേൻ നാം വായിച്ചത് ഇങ്ങനെയാണ്, എന്നെ അനുഗമിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഫോളോയിങ് ക്രൈസ്റ്റ്. ആമേൻ. യേശുവിനെ അനുഗമിക്കട്ടെ. യേശു പറയാ, എന്നെ അനുഗമിക്കട്ടെ. ഫോളോയിങ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. ക്രൂശ ആമേൻ വഹിക്കൽ ലക്ഷ്യം അല്ല. ആമേൻ. ക്രിസ്തുവിനെ അനുഗമിക്കൽ ആണ് ലക്ഷ്യം. ക്രൂശ വഹിക്കൽ ലക്ഷ്യം അല്ല, ക്രിസ്തുവിനെ അനുഗമിക്കലാണ് ലക്ഷ്യം. എന്താണ് അതിന്റെ അർത്ഥം? ആമേൻ. അവൻ പോയ വഴി, ആമേൻ, അവൻ ജീവിച്ച ശൈലി എന്തായിരുന്നു? ഒന്ന്, അവന്റെ വഴി, അവൻ പോയ വഴി, അവന്റെ ജീവിത ശൈലി വിനയമായിരുന്നു. രണ്ട്, അനുസരണം. മൂന്ന്, സ്നേഹം. നാല്, ക്ഷമ. ഹല്ലേലൂയ. ഇന്ന് പകൽ അവനെ അനുഗമിക്കുന്ന ജീവിതങ്ങളോട് ആത്മാവിൽ ഞാൻ ചോദിക്കുകയാ, ആമേൻ, നിന്റെ ജീവിതം എപ്രകാരമായിരിക്കുന്നു? അവൻ പോയ വഴിയിലൂടെ അവനെ മാതൃകയാക്കുന്ന ജീവിതങ്ങളോട് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു, നിനക്ക് വിനയമുണ്ടോ? എന്താ അർത്ഥം? നിനക്ക് താഴ്മയുണ്ടോ? നിന്റെ വീട്ടിൽ ആമേൻ, നിന്റെ ഭർത്താവിനോട്, ആമേൻ, നിന്റെ ചുറ്റുപാടോട്, ആമേൻ, നിന്റെ മക്കളോട്, നിന്റെ അപ്പനോട്, നിന്റെ അമ്മയോട്, നിന്റെ കൂടപ്പറപ്പോട്, ഹല്ലേലൂയ, അതെ, മുതിർന്നവരോട്, ഇളയവരോട്, സമൂഹത്തോട്, ഹല്ലേലൂയ, നിനക്ക് ആമേൻ വിശ്വസ്തതയുണ്ടോ? വിനയം, താഴ്മ, അനുസരണമുണ്ടോ? നിനക്ക് നിന്നിൽ തന്നെ ഒരു അനുസരണമുണ്ടോ? തോന്നുമ്പോൾ തോന്നുന്നത് പോലെ അല്ലേ? ജീവിതത്തിനൊരു ശൈലിയുണ്ടോ? സ്നേഹമുണ്ടോ? ക്ഷമയുണ്ടോ? ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം ആമേൻ 8-ാം വാക്യത്തിലൂടെ പരിശുദ്ധാത്മാവ് ദൈവസഭയോട് ആമേൻ അത് ഇടപെട്ടത് ഇങ്ങനെയാണ്. വായിച്ചാ. മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ
അനുസരണമുള്ളവനായി തീർന്നു. അനുസരണമുള്ളവനായി തീർന്നു. ആമേൻ. അവൻ മരണത്തിനും ക്രൂശിലെ മരണത്തിന് പോലും ആമേൻ അനുസരണമുള്ളവനായി. ആമേൻ. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ക്രൂശ് സമം അനുസരണ ജീവിതം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ചുരുക്കം നമ്മുടെ ക്രൂശ് ആമേൻ സ്വയം നിഷേധം. ഹല്ലേലൂയ. പാപജീവിതം ഉപേക്ഷിക്കൽ. ആമേൻ. അനുസരണത്തിൽ നടക്കൽ. ആമേൻ. ഹല്ലേലൂയ. ദൈവഹിതത്തിനായി ജീവിക്കൽ. ആമേൻ. ഒന്നും കൂടെ പറഞ്ഞാൽ ക്രൂശ് എന്റെ ഇഷ്ടം ത്യജിച്ച ദൈവത്തിന്റെ ഇഷ്ടം സ്വീകരിക്കലാണ് പ്രിയരെ നമ്മുടെ ക്രൂശ്. ആമേൻ. ഇതാണ് ദിനം പ്രതി എടുത്തുകൊണ്ട് അനുഗമിക്കാൻ പറഞ്ഞത്. ഹല്ലേലൂയ. എന്റെ ഇഷ്ടം ത്യജിച്ച എന്റെ സ്വാർത്ഥത വെടിഞ്ഞ് ദൈവത്തിന്റെ ഇഷ്ടം സ്വീകരിക്കാൻ. ഹല്ലേലൂയ. ഇന്ന് ഞാൻ ആമേൻ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോടെ പ്രവചനാത്മാവിൽ ചിലരോട് പ്രഖ്യാപിക്കുന്നു. ആമേൻ. നിന്റെ സ്വാർത്ഥത മരിക്കട്ടെ. നിന്റെ സ്വാർത്ഥത മരിക്കട്ടെ. ക്രിസ്തുവിന്റെ സ്വഭാവം നിന്നിൽ പ്രകടമാകട്ടെ. ക്രിസ്തുവിന്റെ സ്വഭാവം നിന്നിൽ ജീവിക്കട്ടെ. എന്റെ ഇഷ്ടം താഴട്ടെ, ദൈവഹിതം ഉയരട്ടെ. ഹല്ലേലൂയ. ക്രൂശ് വേദനയല്ല, ആമേൻ, വിശുദ്ധീകരണത്തിന്റെ വഴിയാണ്. ആമേൻ. ഹല്ലേലൂയ. ക്രൂശ് നഷ്ടമല്ല, മഹത്വത്തിലേക്കുള്ള പ്രവാസന കവാടമാണ്. ഹല്ലേലൂയ. യേശുവിനെ അനുഗമിക്കുവാൻ ആമേൻ ഇന്ന് പകൽ ആരും തയ്യാറാകും? യേശുവിനെ അനുഗമിക്കുവാൻ ആരും തയ്യാറാകും? ദിനം പ്രതി ആമേൻ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ജീവിത ശൈലി ഈ വണ്ണമാകട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. മൂന്നാമതായി നാം ചിന്തിക്കാൻ പോകുന്നത് മറ്റുള്ളവരുടെ ഭാരം ഏറ്റെടുക്കുന്നത് ക്രൂശാണോ? മറ്റുള്ളവരുടെ ഭാരം ഏറ്റെടുക്കുന്നത് ക്രൂശാണോ? ആമേൻ. വചനാടിസ്ഥാനത്തിൽ ആമേൻ നാം ചിന്തിക്കാം. പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, മാതാവേ, പിതാവേ, അഭിഷേകന്മാരെ, ആമേൻ. ഇന്ന് നമ്മൾ ചോദിക്കേണ്ട മൂന്നാമത്തെ ചോദ്യം, ആമേൻ. ഒന്നാമത്തെ ചോദ്യം യേശുവിന്റെ ക്രൂശ്. രണ്ടാമത്തെ ചോദ്യം നമ്മുടെ ക്രൂശ്. മൂന്നാമത്തെ ചോദ്യം ആമേൻ എന്താ ചോദ്യം? മറ്റുള്ളവരുടെ ഭാരം ഏറ്റെടുക്കുന്നത് ക്രൂശാണോ? ഹല്ലേലൂയ. ആമേൻ. പ്രാർത്ഥനയോടെ ആമേൻ വചനത്തിലേക്ക് പ്രവേശിക്കാം. ഹല്ലേലൂയ. ആമേൻ. അടിസ്ഥാന വചനമാണ് ഗലാത്യ ലേഖനം 6-ാം അധ്യായം 2-ാം വാക്യം. ഹല്ലേലൂയ. വേഗത്തിൽ വായിച്ചു. ഗലാത്യ ലേഖനം ആമേൻ 6-ാം അധ്യായം 2-ാം വാക്യം. തമ്മിൽ തമ്മിൽ ഭാരങ്ങൾ ചുമപ്പീൻ. തമ്മിൽ ഭാരം ചുമപ്പീൻ. ഇങ്ങനെ ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നിവർത്തിപ്പീൻ. ഇങ്ങനെ ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നിവർത്തിപ്പീൻ. താൻ അല്പനായിരിക്കെ. ആമേൻ. മതി. ഹല്ലേലൂയ. ഈ തമ്മിൽ ആമേൻ പോരടിക്കാനല്ല പറഞ്ഞത്. അർത്ഥം ഭാര്യയും ഭർത്താവും, അപ്പനും മക്കളും, അമ്മയും മക്കളും, സഹോദരങ്ങളും അടിയുണ്ടാക്കാനല്ല പറഞ്ഞത്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയുടെ അംഗമായി ജീവിക്കുന്ന ഏവരോടുമായി പറയുകയാണ് തമ്മിൽ എന്ന് വെച്ചാൽ പരസ്പരം ഭാരങ്ങൾ വഹിപ്പിക്കും. അങ്ങനെ ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നിവർത്തിക്കും. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലിഹ പറയുന്നു ഭാരം വഹിക്കുക. എന്താ ഭാരം? തെറ്റിദ്ധരിക്കരുത്. പച്ച പൈമര കുരിശ് ഗോൽഗോത്തായിൽ നിന്ന് കാൽവറി വരെ
വീണ്ടും എഴുന്നേറ്റും, വീണ്ടും എഴുന്നേറ്റും. ചാട്ടവാറുകൾ കൊണ്ട് അടിക്കപ്പെടുമ്പോഴും ആമേൻ ആക്രോശിക്കുമ്പോഴും വീണ്ടും എഴുന്നേറ്റും, വീണ്ടും എഴുന്നേറ്റും. ആ ഭാരമാണോ യേശു ചുമന്ന ഭാരം? യേശു ചുമന്ന ഭാരം എന്തായിരുന്നു? നാം കേട്ടില്ലേ? നമ്മുടെ കുറ്റമെന്ന ഭാരം, നമ്മുടെ ശിക്ഷ എന്ന ഭാരം, നമ്മുടെ ശാപമെന്ന ഭാരം. ഇതല്ലേ യേശു ക്രൂശിൽ ആമേൻ ചുമന്നത്? ഇത് മാനുഷിക ബുദ്ധി കൊണ്ട് ആമേൻ അതെ വിവരിക്കേണ്ട കാര്യമല്ല, ഇത് ആത്മാവിനാൽ വിവരിക്കേണ്ടതാണ്. അപ്പൊ ഭാരം വഹിക്കുക. എന്താ ഭാരം? ദുഃഖഭാരം, പാപത്തിൽ വീണവരുടെ വീണ്ടെടുപ്പ് ഭാരം, ദുർബലതകളുടെ ഭാരം, മാനസിക സമ്മർദ്ദങ്ങളുടെ ആമേൻ ഹല്ലേലൂയ. ഇത് ക്രിസ്തുവിന്റെ ന്യായപ്രമാണം, അതേ സ്നേഹത്തിന്റെ നിയമം. യേശുവിന്റെ ക്രൂശ ആമേൻ പാപികളുടെ അഥവാ നമ്മുടെ ഭാരം വഹിക്കാൻ യേശുവിന്റെ ക്രൂശ്. ആ ക്രൂശിലൂടെ അവൻ ചുമന്ന ഭാരം ആമേൻ അതെ പരിഹരിക്കപ്പെട്ടത്. ഒന്ന് വീണ്ടെടുപ്പ്, രണ്ട് പാപ പരിഹാരം, മൂന്ന് ശിക്ഷ. ഇത് മൂന്നുമാണ് ആ ക്രൂശിൽ ഏറ്റെടുക്കുവാനിടയായ. ഹല്ലേലൂയ ആമേൻ. നാം വായിച്ചല്ലോ പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 24-ാം വാക്യം. അവൻ നമ്മുടെ പാപങ്ങളെ തന്റെ ശരീരത്തിൽ ആമേൻ ക്രൂശിൽ ചുമന്നു. അല്ലേ? അത് ഒരിക്കൽ മാത്രം. ഹല്ലേലൂയ ആമേൻ. സമ്പൂർണ്ണം. ആമേൻ ഹല്ലേലൂയ. അതേ പര്യാപ്തം. പക്ഷേ നമ്മുടെ ആമേൻ ഭാരം വഹിക്കൽ എന്താ? ക്രിസ്തു ആമേൻ ചുമന്ന ഭാരം ഇതൊക്കെയായിരുന്നു. അതിന്റെ ഫലം എന്തൊക്കെയായിരുന്നു നാം കേട്ട് കഴിഞ്ഞു. എന്നാൽ നമ്മുടെ ഭാരം വഹിക്കൽ ആമേൻ ഹല്ലേലൂയ അതേ സഹോദര സ്നേഹം ഒന്ന്, രണ്ട് കരുണ, മൂന്ന് ആത്മീയ പിന്തുണ. ഈ ഭാരം ആമേൻ രക്ഷ നൽകുന്നില്ല. ഇത് രക്ഷ അനുഭവിക്കുന്നവരുടെ ജീവിത ശൈലിയാണ്. ക്രൂശെടുത്ത് തന്നെത്താൻ അനുഗമിക്കാനാ പറഞ്ഞേ. അല്ലേ? എന്റെ ഭാരം ആമേൻ ഞാൻ എടുത്ത് നടക്കാനാ പറഞ്ഞേ. എന്റെ ഭാര്യ എടുത്ത് നടക്കാനല്ല. എന്നെ കൊണ്ട് നടക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് എന്റെ മക്കളുടെ കയ്യിലേക്ക്, 2 മക്കളുണ്ട്, അല്ല 3 മക്കളുണ്ട്, ഒരു കുഞ്ഞുമുണ്ട്. അങ്ങനെ ഞാനും എന്റെ ഭാര്യയും കൂടെ ഞങ്ങളുടെ ഭാരം അതെ ഡിവൈഡ് ചെയ്ത് ആമേൻ ഞങ്ങളുടെ 4 മക്കളുടെ കയ്യിലേക്ക് കൊടുക്കാനല്ല പറഞ്ഞത്. ഹല്ലേലൂയ. ക്രൂശെടുത്ത് തന്നെത്താൻ അനുഗമിക്കുവാനാണ് അർത്ഥം. നമ്മുടെ ഭാരം വഹിക്കൽ ക്രിസ്തു ക്രൂശ് ആമേൻ ചുമന്ന് ഗോൽഗോത്ത മലമുകളിൽ പോയി ക്രൂശിക്കപ്പെട്ടത് കൊണ്ട് വീണ്ടെടുപ്പുണ്ടായി, രക്ഷയുണ്ടായി. ഹല്ലേലൂയ ആമേൻ. എന്നാൽ ആമേൻ എന്റെയും നിങ്ങളുടെയും ആമേൻ അതേ അനുദിനമുള്ള ആമേൻ ക്രൂശെടുത്തുള്ള യാത്ര എന്ന് പറയുന്നത് ഹല്ലേലൂയ എന്തല്ല? ഭാരം വഹിക്കലല്ല. ഇത് രക്ഷ അനുഭവിക്കുന്നവരുടെ ജീവിത ശൈലിയാണ്. ആമേൻ. ക്രൂശിന്റെ ആത്മാവിൽ ജീവിക്കൽ. ആമേൻ. മറ്റുള്ളവരുടെ ഭാരം വഹിക്കുന്നത് യേശുവിന്റെ ക്രൂശിനെ പകർത്തലല്ല, അവന്റെ സ്നേഹത്തെ പ്രകടിപ്പിക്കലാണ്. എന്താ അടിസ്ഥാനം? വചനമാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 12-ാം വാക്യം. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം എന്നാകുന്നു
എന്റെ കൽപ്പന. എന്നാകുന്നു എന്റെ കൽപ്പന. ആമേൻ. നിങ്ങൾ പരസ്പരം സ്നേഹിപ്പീൻ. ക്രൂശ് നമ്മെ പഠിപ്പിച്ചത് എന്താ? ത്യാഗ സ്നേഹം, നിബന്ധനകളില്ലാത്ത സ്നേഹം, സ്വാർത്ഥ രഹിത സ്നേഹം. ഒരു സഹോദരൻ വീഴുമ്പോൾ നാം വിധിക്കരുത്, നാം ഉയർത്തണം. ഹല്ലേലൂയ. ഒരു സഹോദരി തളരുമ്പോൾ നാം കുറ്റപ്പെടുത്തരുത്, നാം കരുതണം. ഇതാണ് ക്രൂശിന്റെ ആത്മാവ്. ഹല്ലേലൂയ. എന്ന് പകൽ ആമേൻ അതിന്റെ ആമേൻ ലോജിക് അല്ലെങ്കിൽ സമതുലനം മനസ്സിലാക്കുക. ഹല്ലേലൂയ. ആമേൻ. എല്ലാവരുടെയും പാപഭാരം നാം ഏറ്റെടുക്കുവാൻ കഴിയില്ല. അതിനുവേണ്ടി യേശു ഇതിനോടകം ആമേൻ ക്രൂശിലേറ്റു. ആമേൻ. പക്ഷേ അവരുടെ കണ്ണുനീർ, അവരുടെ പ്രാർത്ഥന വേദന, അവരുടെ ദുർബലത ആമേൻ നാം പങ്കിടണം. തമ്മിൽ തമ്മിൽ റോമാലേഖനം 12-ാം അധ്യായം 15-ാം വാക്യം. സന്തോഷിക്കുന്നവരോ സന്തോഷിക്കുകയും കരയുന്നവരുടെ കൂടെ കരയുകയും ചെയ്യുവിൻ. സന്തോഷിക്കുന്നവരുടെ കൂടെ സന്തോഷിക്കുകയും കരയുന്നവരോട് കൂടെ കരയുകയും ചെയ്യുവിൻ. ആമേൻ. ഹല്ലേലൂയ. അപ്പൊ കരയുന്നവരോട് കൂടെ എന്ത് ചെയ്യണം? കരയണം. ഒന്നുകൂടെ വായിച്ചു. സന്തോഷിക്കുന്നവരുടെ കൂടെ സന്തോഷിക്കുകയും കരയുന്നവരോട് കൂടെ കരയുകയും ചെയ്യുവിൻ. ആമേൻ. സന്തോഷിക്കുന്നവരുടെ കൂടെ എന്ത് ചെയ്യണം? സന്തോഷിക്കുകയും കരയുന്നവരോട് കൂടെ കരയുകയും ചെയ്യുവിൻ. കരയുന്നവരോട് കൂടെ കരയുകയും ചെയ്യുവിൻ. ഇത് ക്രൂശിന്റെ ജീവിച്ചിരിക്കുന്ന രൂപമാണ്. എന്താ അതിന്റെ നിഗമനം? ആമേൻ. അതെ, മറ്റുള്ളവരുടെ ഭാരം വഹിക്കുന്നത് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നടക്കുന്നതാണ്. പക്ഷേ അത് യേശുവിന്റെ ക്രൂശ് പോലെ വീണ്ടെടുപ്പല്ല. അത് ക്രൂശിന്റെ ആത്മാവിൽ ജീവിക്കലാണ്. ഇന്ന് പകൽ ആമേൻ പ്രവചനാത്മാവിൽ ആമേൻ ചിലരോട് ഞാൻ പ്രഖ്യാപിക്കുന്നു, ആമേൻ ഞാൻ വിധിക്കുന്നവനല്ല, ഞാൻ വിധിക്കുന്നവനല്ല, ഞാൻ ഉയർത്തുന്നവൻ. ഞാൻ കുറ്റപ്പെടുത്തുന്നവനല്ല, ഞാൻ കരുതുന്നവൻ. ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കില്ല, ക്രൂശിന്റെ സ്നേഹത്തിൽ സഹോദരനോട് കൂടെ നടക്കും. ഹല്ലേലൂയ. അതെ, ക്രൂശനെ രക്ഷിച്ചു. ഇപ്പോൾ ക്രൂശിന്റെ സ്നേഹം എന്നിലൂടെ നമ്മിലൂടെ ഒഴുകട്ടെ. ഹല്ലേലൂയ. ആമേൻ. യേശുവിന്റെ സ്നേഹം എന്നിലൂടെ നിങ്ങളിലൂടെ നമ്മളിലൂടെ ഒഴുകട്ടെ. ഹല്ലേലൂയ. എത്ര പേർക്ക് ആമേൻ പറയുവാൻ കഴിയും? യേശുവിന്റെ നാമത്തിൽ ആമേൻ. നാലാമതായി ഒരു ചോദ്യം കൂടെ. മറ്റുള്ളവർക്കായി പ്രാർത്ഥിക്കുന്നത് ക്രൂശാണോ? ഹല്ലേലൂയ. ആമേൻ. വചനാടിസ്ഥാനത്തിൽ ആമേൻ അതെ നമുക്ക് ചിന്തിക്കാം. ആമേൻ. പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇന്ന് നമ്മൾ ചോദിക്കേണ്ട നാലാമത്തെ ചോദ്യം, മറ്റുള്ളവർക്കായി പ്രാർത്ഥിക്കുന്നത് ക്രൂശാണോ? ആമേൻ. അടിസ്ഥാനം വചനമായതുകൊണ്ട് ആമേൻ നമുക്ക് വചനത്തിലേക്ക് പോകാം. ഹല്ലേലൂയ. ഏതിന്റെയും അടിസ്ഥാനം എന്താ? വചനമാണ്. ശമൂവേലിന്റെ 1-ാം പുസ്തകം 12-ാം അധ്യായം 23-ാം വാക്യം. ശമൂവേലിന്റെ 1-ാം പുസ്തകം 12-ാം അധ്യായം 23-ാം വാക്യം. ശമൂവേൽ 12-ാം അധ്യായം. ഹല്ലേലൂയ.
രാജാവ് നിങ്ങളുടെ നായകനായിരിക്കുന്നു. ഞാനോ വൃദ്ധനും നരച്ചവനുമായി. തീർച്ചയായിട്ടും ജീസസ്, ഹല്ലേലൂയ. നന്ദി കർത്താവേ. ഓ ശരഗബബശ. ഓ ജീസസ്. ഒന്ന് ശമൂവേൽ 12:23. ആമേൻ. വേഗത്തിൽ വായിച്ചു. ഞാനോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ ഇരുന്നാൽ യഹോവയുടെ പാപം ചെയ്യുവാൻ ഇടവരരുത്. ഞാൻ നിങ്ങൾക്ക് നല്ലതും ശോഭമുള്ളതുമായ വഴി ഉപദേശിക്കും. ആമേൻ. നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നത് ഞാൻ ഉപേക്ഷിക്കുകയില്ല. കാരണം അങ്ങനെ ഞാൻ ചെയ്യാതെ ഇരുന്നാൽ, പ്രാർത്ഥിക്കാതെ ഇരുന്നാൽ ഞാൻ യഹോവയോട് പാപം ചെയ്യുകയാണ്. ഇത് ശമൂവേൽ പ്രവാചകന്റെ ഹൃദയം. ആമേൻ. ജനങ്ങൾ ആമേൻ തെറ്റിച്ചെങ്കിലും അവൻ പ്രാർത്ഥന ഉപേക്ഷിച്ചില്ല. ആമേൻ. ഇവിടെ ഒരു ആത്മീയ സത്യം നമുക്ക് കാണാം. ഹല്ലേലൂയ. ഒരു ഇടവഴിയാണ് എന്താ പ്രാർത്ഥന, ഒരു ഉത്തരവാദിത്വം. അതെ, ഇടവഴി പ്രാർത്ഥന സ്നേഹത്തിന്റെ കടമയാണ്. ഇത് ക്രൂശാണ്. യേശുവിന്റെ ക്രൂശ്. ആമേൻ. അത് പാപപരിഹാരമായിരുന്നു, അത് ശിക്ഷ ഏറ്റെടുക്കലായിരുന്നു. വീണ്ടെടുപ്പ് അത് ഒരിക്കൽ മാത്രം സമ്പൂർണമായി. പക്ഷേ മറ്റുള്ളവർക്കായി പ്രാർത്ഥിക്കൽ, ആമേൻ, ഹല്ലേലൂയ, ആത്മീയ യുദ്ധമാണ്, കരുണയുടെ പ്രകടനമാണ്, സ്നേഹത്തിന്റെ പ്രവൃത്തിയാണ്. ഇത് വീണ്ടെടുപ്പല്ല, പക്ഷേ വീണ്ടെടുപ്പ് അനുഭവിച്ചവന്റെ ജീവിത ഫലം. ക്രൂശിന്റെ വേരുകളിൽ നിന്നുള്ള ഇടവഴി. ക്രൂശ് നമ്മെ പഠിപ്പിച്ചതല്ല, ത്യാഗസ്നേഹം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 13-ാം വാക്യം. സ്നേഹിതർക്കായി ജീവൻ നൽകുന്നതിലും വലിയ സ്നേഹം ഇല്ല എന്നാണ് ആമേൻ തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. വായിച്ചാലും സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല. അപ്പൊ സ്നേഹിതർക്കായി ജീവൻ നൽകുന്നതിലും വലിയ സ്നേഹമില്ലെന്ന്. പ്രാർത്ഥനയിൽ നാം ജീവൻ നൽകുന്നില്ല, പക്ഷേ സമയം നൽകുന്നു. പ്രാർത്ഥനയിൽ ആമേൻ നാം ആർക്കും എന്ത് ചെയ്യുന്നില്ല, ആമേൻ, ജീവൻ നൽകുന്നില്ല, പക്ഷേ സമയം നൽകുന്നു. മാത്രമല്ല നമ്മുടെ ഹൃദയം നൽകുന്നു, നമ്മുടെ കണ്ണുനീർ നൽകുന്നു. ഇതാണ് ക്രൂശിന്റെ സ്നേഹത്തിൽ നടക്കുക എന്ന് പറയുന്നത്. ഇടവഴി പ്രാർത്ഥനയുടെ വില എന്ന് വെച്ചാൽ ആമേൻ വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നതിന്റെ വില. ആമേൻ ഭാരം വഹിക്കൽ, മറ്റുള്ളവരായി വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ആമേൻ പ്രാർത്ഥനയുടെ വില മറ്റുള്ളവർക്കായി പ്രാർത്ഥിക്കുന്നത്.
ചിലപ്പോൾ തെറ്റിദ്ധാരണ വരുത്തും. നമ്മള് ദിനം പ്രതി ആമേൻ അനേകരുടെ വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു ശുശ്രൂഷ ചെയ്യുമ്പോൾ അനേകർക്ക് തെറ്റിദ്ധാരണകൾ ഉണ്ടാകാം. ചിലപ്പോൾ ആമേൻ ചില നന്ദി പോലും പറയത്തില്ല, നന്ദി പോലും ലഭിക്കില്ല. ചിലപ്പോൾ ആത്മീയ ഭാരമായി തോന്നാം. പക്ഷേ ഇത് സ്വാർത്ഥതയെ ആമേൻ ക്രൂശിക്കുന്നത്, ഇത് അനാസ്ഥയെ കൊല്ലുന്നത്, ഇത് സ്നേഹത്തെ ജീവിപ്പിക്കുന്നത്. അപ്പോ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ നിർഭയരായിരിക്കുന്നവർ, അതിൽ പങ്കാളികളായിരിക്കുന്നവർ, ആമേൻ മനസ്സിലാക്കണം. ആമേൻ മറ്റുള്ളവർക്കായി പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ ആമേൻ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാം. ചിലപ്പോൾ നന്ദി പോലും പ്രകടിപ്പിക്കാത്ത, നന്ദി പോലും ലഭിക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകാം. ഇതൊക്കെ ചിലപ്പോൾ ആത്മീയ ഭാരമായി തോന്നാം. പക്ഷേ ഇത് സ്വാർത്ഥതയെ ക്രൂശിക്കുന്നതാകണം. അവിടെ ഞാനെന്നുള്ള ഭാവം ഉയർന്ന് ആമേൻ അതെ ഞാൻ വെളിയിൽ വന്ന് ആമേൻ ആ കാര്യത്തെ കൈകാര്യം ചെയ്യാൻ പോകരുത്. ഇത് അനാസ്ഥയെ കൊല്ലുന്നതാണ്. ആമേൻ ഇത് സ്നേഹത്തെ ജീവിപ്പിക്കുന്നതാണ്. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 16-ാം വാക്യം ഹല്ലേലൂയ വളരെ വ്യക്തമായി ശക്തമായി ദൈവസഭയോട് പറഞ്ഞു. ഹല്ലേലൂയ. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 16-ാം വാക്യത്തിലൂടെ ദൈവസഭയില് ആ ശുശ്രൂഷയിൽ പങ്കാളിത്തം വഹിക്കുന്നവരോട് പറഞ്ഞു, എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന്, നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ്, ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കും, ഒരുവനു വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പി. നീതിമാന്റെ ശ്രദ്ധയോട് കൂടിയ പ്രാർത്ഥന, നീതിമാന്റെ ശ്രദ്ധയോട് കൂടെയുള്ള പ്രാർത്ഥന വളരെ ഫലിക്കും. ആമേൻ. അപ്പൊ നീതിമാന്റെ ഉത്സാഹമുള്ള പ്രാർത്ഥന ശക്തിയുള്ളതാണെന്ന് ആമേൻ. ഈ ശുശ്രൂഷ ചെയ്യുന്ന അഭിഷിക്തന്മാരെ എനിക്കറിയാം, വളരെ ഉത്സാഹത്തോടെ, സമയം നോക്കാതെ, നേരം നോക്കാതെ, കൃത്യമായി ദിനപ്രതി ആമേൻ ഈ ശുശ്രൂഷ ശിരസ വഹിച്ച് ചെയ്യുന്ന അനേക ദൈവ ഭൃത്യന്മാരെ, അവരുടെ കുടുംബങ്ങളെ എനിക്കറിയാം. യാക്കോബ് അപ്പോസ്തലൻ ദൈവസഭയ്ക്ക് ആത്മാവിൽ നിയോഗം പ്രാപിച്ചെഴുതിയത് നീതിമാന്റെ ശ്രദ്ധയോടെയുള്ള പ്രാർത്ഥന ശക്തിയുള്ളതാണെന്ന്. ഹല്ലേലൂയ. നീതിമാന്റെ ഉത്സാഹമുള്ള പ്രാർത്ഥന ശക്തിയുള്ളതാണെന്ന്. ഹല്ലേലൂയ. എന്താ ആമേൻ ഈ വിഷയവുമായിട്ട് പരിശുദ്ധാത്മാവ് ആമേൻ നമുക്ക് നൽകുന്ന സമതുലിത നിഗമനം, മറ്റുള്ളവർക്കായി പ്രാർത്ഥിക്കൽ യേശുവിന്റെ ക്രൂശല്ല, പക്ഷേ അത് ക്രൂശിന്റെ സ്നേഹത്തിന്റെ പ്രവാഹം. ക്രൂശ് നമ്മെ രക്ഷിച്ചു, ഇടവഴി നമ്മെ രൂപപ്പെടുത്തി. പകൽ ദൈവത്തിന്റെ ആത്മാവ് ചില ജീവിതങ്ങളോട് പ്രവചനാത്മാവിൽ ഇടപെടുന്നു. എത്ര പേർ ദൈവഭാഗം പറയുക, ഞാൻ പ്രാർത്ഥന ഉപേക്ഷിക്കില്ല, ഞാൻ ഇടപെടലിൽ നിലകൊള്ളും എന്ന് വെച്ചാൽ ഞാൻ മറ്റുള്ളവരുടെ വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകും. മറ്റുള്ളവരുടെ വിഷയങ്ങൾ ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ കൊണ്ടുവരും. ക്രൂശിന്റെ സ്നേഹം എന്റെ ഹൃദയത്തിൽ ജ്വലിക്കട്ടെ. ഇടവഴി ശുശ്രൂഷ എന്റെ വിളിയായി മാറട്ടെ. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥന, മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്റെ ജീവിത ശൈലിയായി മാറട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുവാൻ പോകുകയാണ്. പ്രിയ
സഹോദരങ്ങളെ, പ്രിയ സഹോദരിമാരെ, പ്രിയ സഹോദരന്മാരെ, പ്രിയ മാതാക്കളെ, പിതാക്കളെ, കുഞ്ഞുങ്ങളെ, അഭിഷിക്തന്മാരെ, ഇപ്പോൾ നാം വചനത്തിന്റെ വെളിച്ചത്തിൽ നിന്ന് കണ്ട് പ്രഖ്യാപിക്കേണ്ട സമയമാണ്. ക്രൂശ ഒരു കഥയല്ല, ക്രൂശ ഒരു ചരിത്രമല്ല, ക്രൂശ ഇന്നും പ്രവർത്തിക്കുന്ന ശക്തിയാണ്. അതുകൊണ്ടാണ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 18-ാം വാക്യത്തിലൂടെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ ആമേൻ ഇടപെട്ടത്. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്ന ഏവർക്കും ദോഷമാകുന്നു, എന്നാൽ രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവത്തിന്റെ ശക്തിയാണ്. ഇന്ന് ആ ശക്തി അവയെ ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന ഏവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനിടയാകട്ടെ. വിശ്വസിക്കുന്നവർ ഇരു കരങ്ങളും അടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ ക്രൂശ എന്റെ രക്ഷയാണ്. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യം. ഹല്ലേലൂയ, ആമേൻ. ഇന്ന് പകൽ ആമേൻ പ്രവചനാത്മാവിൽ ചില ജീവിതങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. നന്ദി കർത്താവേ. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായ്ച്ച് ക്രൂശിൽ തറച്ചു നടുവിൽ നിന്നും നീക്കിക്കളഞ്ഞു. ആമേൻ. കുറ്റരേഖയെ ക്രൂശിൽ തറച്ചു കളഞ്ഞു. എന്റെ കുറ്റം തറച്ചു കളഞ്ഞു. എന്റെ വിധി റദ്ദായി. എന്റെ ശാപം അവസാനിച്ചു. ഹല്ലേലൂയ. എന്റെ ക്രൂശ്, ഹല്ലേലൂയ, അത് നിഷേധവും അനുസരണവുമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ശ്രദ്ധിക്കണമേ. ആമേൻ. യേശുവിന്റെ ക്രൂശ് എന്റെ രക്ഷയാണ്. ആമേൻ. എന്റെ ക്രൂശ്, ആമേൻ, സ്വയം നിഷേധവും അനുസരണവുമാണ്. ഹല്ലേലൂയ. എന്താ ആധാരം? വചനമാണ്. ആമേൻ. നാം വായിച്ചല്ലോ സുവിശേഷം. ആമേൻ. ഏത് സുവിശേഷം? ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 23-ാം വാക്യം. ആമേൻ. തന്നെത്താൻ നിഷേധിച്ച് അനുദിനം, ആമേൻ, ദിവസേന തന്റെ ക്രൂശ് എടുത്തും കൊണ്ട്, ഹല്ലേലൂയ, എന്നെ അനുഗമിപ്പീൻ. ആമേൻ. വായിച്ചിട്ട് എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾതോറും തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ഹല്ലേലൂയ. എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. ഞാനവേനുള്ള കയ്യിലിരുന്നപ്പോൾ ആരുമില്ലെനിക്കു ദോഷം ചെയ്യുവാൻ. ഇന്നെനിക്കു വന്നു നേരിടുന്നതല്ല, ഇന്നെനിക്കു വന്നു നേരിടുന്നതല്ല തൻഹിതമാണെന്നോ ഞാൻ അറിയുന്നു, തൻഹിതമാണെന്നോ ഞാൻ അറിയുന്നു. ഇന്ന് മുതൽ എന്റെ ഇഷ്ടമല്ല, ആമേൻ, ദൈവഹിതം. ഹല്ലേലൂയ. ആമേൻ. ഞാൻ മറ്റുള്ളവരുടെ ഭാരങ്ങൾ വഹിക്കും. ഹല്ലേലൂയ. കാരണം ആമേൻ, ദൈവസഭയ്ക്ക് ആത്മാവിൽ, ആമേൻ, അഭിഷേകത്തിലൂടെ, ആമേൻ, ദൈവം നൽകിയ ദൂതിതാണ്. ഗലാത്യർ 6:2 പരസ്പരം തമ്മിൽ ഭാരങ്ങൾ വഹിപ്പീൻ. ഹല്ലേലൂയ. വായിച്ചാട്ടെ. തമ്മിൽ ഭാരങ്ങളെ ചുമപ്പീൻ. ഇങ്ങനെ ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നിവർത്തിപ്പീൻ. ഞാൻ വിധിക്കില്ല, ഞാൻ ഉയർത്തും, ഞാൻ കരുതും. ആമേൻ. ഞാൻ പ്രാർത്ഥനയിൽ നിലകൊള്ളും, ഞാൻ മധ്യസ്ഥ പ്രാർത്ഥനയിൽ നിലകൊള്ളും. കാരണം ഞാൻ ഇടവഴിയിൽ നിലകൊള്ളുവാൻ കാരണം
എസ്കേൽ പ്രവാചകന്റെ പുസ്തകം 22-ാം അധ്യായം 30-ാം വാക്യം. ആമേൻ. ആധാരം വചനമാണ്. വായിച്ചാട്ടെ. ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി എന്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു. ആരെയും കണ്ടില്ല താനും. ഹല്ലേലൂയ. അപ്പോ ഇടവഴിയിൽ നിലകൊള്ളുവാൻ ഒരു മനുഷ്യനെ ഞാൻ എന്ത് ചെയ്തു? അന്വേഷിച്ചു. ഹല്ലേലൂയ. ആമേൻ. കർത്താവേ, ഇതാ ഞാനിവിടെ, എന്നെ ഉപയോഗിക്കണമേ എന്ന് ഇന്ന് പകൽ ആര് സ്വയം ആമേൻ നിഷേധിച്ചുകൊണ്ട് പറയുവാൻ തയ്യാറാകും? ഹല്ലേലൂയ. ഞാൻ ക്രൂശിന്റെ ജീവിതം ജീവിക്കും. ഹല്ലേലൂയ. ഗലാത്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം. ഹല്ലേലൂയ. ആമേൻ. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. എന്റെ പഴയ മനുഷ്യൻ ആമേൻ അവസാനിച്ചു. ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ഹല്ലേലൂയ. വായിച്ചു. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നതോ. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ചു എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കിലുള്ള വിശ്വാസത്താലത്രേ ജീവിക്കുന്നത്. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. ആമേൻ. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. എന്റെ പഴയ മനുഷ്യനെ അവസാനിച്ചു. ആമേൻ. ഇനി ജീവിക്കുന്നത് ഞാനല്ല, എന്നിൽ ജീവിക്കുന്ന ക്രിസ്തു. ഹല്ലേലൂയ. ആമേൻ. ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. അതേ ക്രൂശ് എന്താണ്? യേശുവിന് ക്രൂശുണ്ടായിരുന്നോ? എന്തായിരുന്നു ക്രൂശ്? യേശുവിന് ക്രൂശുണ്ടായിരുന്നു. ആമേൻ. നമ്മുടെ ക്രൂശ് എന്താണ്? നമുക്ക് ക്രൂശുണ്ടോ? എന്താണ് നമ്മുടെ ക്രൂശ്? ഭാരം വഹിക്കുന്നത് ആമേൻ ക്രൂശാണോ? മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണോ ക്രൂശ്? ദൈവവചന അടിസ്ഥാനത്തിൽ ഇന്ന് പകൽ ആമേൻ ഈ വിഷയങ്ങൾ പരിശുദ്ധാത്മാവ് ആമേൻ നമുക്ക് ബോധ്യം നൽകുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽ ദേശത്ത് ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരുവനുണ്ടോ എന്ന് സ്വർഗത്തിലെ ദൈവം ആമേൻ നോക്കിക്കൊണ്ടിരിക്കുക. ആരെയും കണ്ടില്ല. ഇതാ അടിയനെ അയക്കണമേ എന്ന് ആമേൻ യെശയ്യാവ് പറഞ്ഞതുപോലെ ആമേൻ. ഇതാ അടിയനെ ഉപയോഗിക്കണമേ, അടിയനെ ഉപയോഗിക്കണമേ. അടിയനിതാ ദേവാ, അടിയനിതാ, അടിയനിതാ ദേവാ, അടിയനിതാ. സ്നേഹവാന പരിശുദ്ധനെ നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല മധ്യാഹ്നം കഴിഞ്ഞ് സമയത്തിനായി നന്ദിയോട് ഞങ്ങളെ സ്തുതിക്കുന്നു. അവിടുത്തെ പുത്രനും രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവേ, അവിടുത്തെ ക്രൂശിന്റെ ആഴം ഇപ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിൽ വെളിപ്പെടുത്തി തന്നതിനായി സ്തോത്രം. പാപത്തിന്റെ കുറ്റബോധം ഇന്ന് പകൽ വചനം കേട്ട ജീവിതങ്ങളിൽ
അങ്ങ് വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം. ആ കുറ്റബോധത്തിൽ നിന്നും അവരെ പുറത്തെടുക്കണമേ. ഭയത്തിന്റെ ബന്ധനങ്ങൾ തകരട്ടെ. ശാപത്തിന്റെ സ്വാധീനം അവസാനിക്കട്ടെ. ആമേൻ. സ്വയം നിഷേധിക്കുവാൻ ധൈര്യം നൽകണമേ. മറ്റുള്ളവരുടെ ഭാരങ്ങൾ വഹിക്കുവാൻ കർത്താവേ കൃപ നൽകണമേ, സ്നേഹം നൽകണമേ. ആമേൻ. അതേ മധ്യസ്ഥ പ്രാർത്ഥനയിൽ, പ്രാർത്ഥനാ ജീവിതത്തിൽ ഉറച്ചു നിൽക്കുവാൻ ആത്മാവിന്റെ ബലം നൽകണമേ. പരിശുദ്ധ ആത്മാവേ, ക്രൂശിന്റെ സ്നേഹം ഞങ്ങളുടെ ജീവിതങ്ങളിൽ, ഞങ്ങളുടെ വീടുകളിൽ, ഞങ്ങളുടെ തലമുറകളിൽ, ഞങ്ങളുടെ ജില്ലകളിൽ, ഞങ്ങളുടെ പട്ടണങ്ങളിൽ, ഞങ്ങളുടെ രാജ്യങ്ങളിൽ ഒഴുകട്ടെ. ക്രൂശിന്റെ ശക്തി ഞങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാകട്ടെ. ക്രൂശിന്റെ സാക്ഷ്യം ഞങ്ങളുടെ വായിലൂടെ മുഴങ്ങട്ടെ. ഞങ്ങളുടെ ജീവിതം ഹല്ലേലൂയ മാത്രമല്ല, വാക്കുകൾ ഹല്ലേലൂയ, പ്രവർത്തികൾ, സമസ്ത മേഖലകളിൽ ഹല്ലേലൂയ ക്രൂശിന്റെ ജീവിച്ചിരിക്കുന്ന സാക്ഷ്യമാകട്ടെ. ഇന്ന് പകൽ ഈ ആത്മീയ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിച്ച ഏവരെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഭാരത്തോടെ, വേദനയോടെ, നിരാശയോടെ, ആകുലതയോടെ കർത്താവേ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ കർത്താവേ ഇന്ന് പകൽ അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആത്മഭാരത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നീതിമാന്റെ സത്യയോടുകൂടെ പ്രാർത്ഥന വളരെ ഫലിക്കുന്നതാകിയാൽ കർത്താവേ ഇന്നത്തെ ഈ പ്രാർത്ഥന, ഇന്നത്തെ ഈ കൂട്ടായ്മ അനേകരുടെ ജീവിതത്തിൽ ആശ്വാസത്തിനും അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി ഭവിക്കട്ടെ. അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ ജീവൻ അർപ്പിച്ച നസ്രനായ യേശു കർത്താവിൻ നാമത്തിൽ താഴ്മയാചിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് പകൽ ഈ ആത്മീയ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിച്ച ഓരോ വ്യക്തികളെയും, അവരുടെ കുടുംബങ്ങളെയും, അവരുടെ തലമുറകളെയും, അവരുമായി ബന്ധപ്പെട്ട സമസ്ത മേഖലകളെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം എല്ലാ നിലകളിലും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിലുള്ള നന്ദി ഈ തരുണത്തിൽ അറിയിക്കുന്നു. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, സ്നേഹതീരം പ്രയർ ഫാമിലി. ഗോഡ് ബ്ലെസ് യു. സീ യു again. ദൈവം അനുവദിച്ചാൽ രാത്രിയിൽ വീണ്ടും കൂട്ടായ്മയിൽ യേശുവിന്റെ പുനരുത്ഥാനം എന്തിനു വേണ്ടിയായിരുന്നു, ആ പുനരുത്ഥാനം കൊണ്ട് എന്താണ് ആമേൻ അതേ നമുക്ക് ലഭിച്ചത്, ലോകത്തിന് ലഭിക്കാനിടയായത്. ആമേൻ. യേശുവിന്റെ പുനരുത്ഥാനം ആരുടെ പദ്ധതിയായിരുന്നു ഇത്യാദി ചിന്തകളുമായി രാത്രി നമുക്ക് ഒരുമിച്ച് കൂടി വരാം. അതുവരെ ദൈവമായ കർത്താവ് എല്ലാവരെയും അവിടങ്ങളിലായി സൂക്ഷിക്കട്ടെ, പരിപാലിക്കട്ടെ. ഇന്ന് ഈ പ്രത്യേക മീറ്റിംഗുമായി കൂടി വരുവാൻ കാരണം ആമേൻ, ഇന്ന് ഹല്ലേലൂയ നമ്മുടെ തലമുറകളെല്ലാം ആശയക്കുഴപ്പത്തിലാണ്. നമ്മുടെ തലമുറകളെല്ലാം ആമേൻ ചോദ്യം ചെയ്യുന്നവരാണ്. ഹല്ലേലൂയ. നമ്മുടെ സമൂഹം ആമേൻ ചോദ്യം ആമേൻ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ആമേൻ. അതേ യേശുവിന്റെ ക്രൂശ് എന്താണ്? ചിലർ പറയുന്നു എന്റെ കഷ്ടപ്പാട് തന്നെയാണ് എന്റെ ക്രൂശ്. ആമേൻ. കടഭാരം തന്നെയാണ് എന്റെ ക്രൂശ്. കുടുംബഭാരം തന്നെയാണ് എന്റെ ക്രൂശ്. ആമേൻ. മറ്റുള്ളവർക്കായി പ്രാർത്ഥിക്കുന്നതാണ് എന്റെ ക്രൂശ്. എന്നാൽ വചനം എന്തു പറയുന്നു? ഹല്ലേലൂയ ആമേൻ. ദൈവവചന അടിസ്ഥാനത്തിൽ ഹല്ലേലൂയ ആമേൻ. അതേ ക്രൂശ് ഒരു ദുഃഖ അനുഭവം മാത്രമോ, ഒരു ജീവിത പ്രശ്നമോ, അല്ലെങ്കിൽ അത് ആമേൻ ദൈവിക വെളിപ്പാട് ഉണ്ടോ എന്നുള്ള വിഷയം ആമേൻ സംസാരിപ്പാൻ ദൈവത്തിന്റെ ആത്മാവ് ആമേൻ നിയോഗം തന്നതുകൊണ്ടാണ് ആമേൻ ഈ സ്പെഷ്യൽ മീറ്റിംഗായി കൂടി വന്നത്. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ക്രൂശിൽ നീ ചുമന്ന എന്റെ പാപഭാരം, നിന്റെ രക്തം കഴുകിയത് എന്റെ ജീവിതം. ക്രൂശിൽ നീ ചുമന്ന എന്റെ പാപഭാരം, നിന്റെ രക്തം കഴുകിയത് എന്റെ ജീവിതം.
ഉയരട്ടെ. ദിവസേന ഞാൻ എടുത്ത് എൻ്റെ ക്രൂശ് നടക്കട്ടെ. നിന്റെ സ്നേഹം മതിയാകുന്നു, നിന്റെ കർപ്പ് മതിയാകുന്നു. ക്രൂശിന്റെ വഴിയിലൂടെ മഹത്വം തുറക്കുന്നു. ക്രൂശിന്റെ രക്ഷ, ക്രൂശിന്റെ പ്രത്യാശ, ക്രൂശിന്റെ നിഴലിൽ എന്റെ പുതിയ ജീവിതാശ. ആമേൻ. ഈ ഗാനം ഒരു പാട്ടല്ല, ഇത് ക്രൂശിന്റെ സാക്ഷ്യമാണ്. നമ്മെ രക്ഷിച്ച സ്നേഹത്തിന്റെ ഓർമ്മപ്പെടുത്തൽ. ഹൃദയം തുറന്ന് അമ്മേ കേൾക്കൂ. ക്രൂശിൽ നീ ചുമന്നത് എന്റെ പാപഭാരം, നിന്റെ രക്തം കഴുകിയത് എന്റെ ജീവിതം. തോൽവിയെന്ന് തോന്നിയ ആ മലമുകളിൽ വിജയം എഴുതി നീ രക്ത അക്ഷരങ്ങളിൽ. എന്റെ ഇഷ്ടം താഴട്ടെ, നിന്റെ ഹിതം ഉയരട്ടെ. ദിവസേന ഞാൻ എടുത്ത് എന്റെ ക്രൂശ് നടക്കട്ടെ. നിന്റെ സ്നേഹം മതിയാകുന്നു, നിന്റെ കൃപ മതിയാകുന്നു. ക്രൂശിന്റെ വഴിയിലൂടെ മഹത്വം തുറക്കുന്നു. ക്രൂശിന്റെ രക്ഷ, ക്രൂശിന്റെ പ്രത്യാശ, ക്രൂശിന്റെ നിഴൽ എന്റെ പുതിയ ജീവിതം.